ഒറിജിനൽ ആനത്തലയാണ് ഇത്. പോലീസ് വണ്ടി പോകുന്നുണ്ട്. സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. മീനുകളുടെ ഫൈറ്റ്. മൈസൂർ പാലസിൽ ഇതുവരെ കാണാത്ത, പുറമെ നിന്ന് നോക്കുമ്പോൾ വലിയ പള്ളിയാണ് കേട്ടോ ഇത്. പക്ഷേ മൈസൂരിലേക്കും കൂർഗിലേക്കും ഞങ്ങൾ നടത്തിയ 3 ഡേ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് KSR റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ, ബാംഗ്ലൂരിലെ. അവിടേക്കാണ് ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നത്. അവരുടെ കൂടെയാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പ്. 10:30ക്കാണ് അവരുടെ ട്രെയിൻ അവിടെ എത്തുക. ഞങ്ങൾ വീട്ടിൽ നിന്ന് 8:15 ഇറങ്ങിയിട്ടോ. വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം അങ്ങനെ പെട്രോളൊക്കെ നിറച്ച് ഞങ്ങൾ അങ്ങനെ ഒരുപാട് സമയമുള്ള കാരണം കുറച്ച് സമയം പെട്രോൾ അടിക്കാനും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളിലേക്ക് പോയാലോ? റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗാന്ധിജിയുടെയും ചർക്കയുടെയും സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ട്രെയിനിൻ്റെ എൻജിനും ഫ്രണ്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നട്ടും ബോൾട്ടൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലയൻ്റെ രൂപമാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നടന്നപ്പോഴാണ് ഇവിടേക്ക് ഡോഗ് സ്ക്വാഡ് എത്തിയത്. എന്തിനാ വന്നത് എന്നൊന്നും അറിയില്ല. ഇവർ ആളുകളുടെ പെട്ടി അങ്ങനെയൊക്കെ വെക്കുന്ന റൂമിലേക്കാണ് ഇവർ പോയത്. എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടി ഞങ്ങളുടെ കൂറിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കണ്ടത്. 2 മീനുകൾ തമ്മിൽ ഗംഭീര അടിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അതിനിടയിൽ മറ്റു 2 സുന്ദരി മീനുകളും മധ്യസ്ഥം പിടിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. Minjing lagi ya. മീനുകളുടെ അടി കൂടുന്നതെല്ലാം കുറച്ചു നേരം കണ്ടുനിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വലിയ പള്ളി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പിന്നെ ഈ പള്ളി ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടോ. സമയം നട്ടുച്ചയായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇവിടെ ചെരുപ്പൂരി വെച്ചിട്ട് വേണം പള്ളിയുടെ അകത്തേക്ക് കയറാൻ. അതുകൊണ്ട് എല്ലാവരും ഓടിയാണ് കേട്ടോ പള്ളിയുടെ അകത്തേക്ക് കയറുന്നത്. പള്ളിയുടെ പേര് പറഞ്ഞില്ലല്ലോ. ഇതാണ് സെന്റ് ഫിലോമിന ചർച്ച്. പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊരു വലിയ പള്ളിയാണെങ്കിലും അകത്തുനിന്ന് നോക്കുമ്പോൾ അത്ര വലിപ്പമൊന്നും ഇതിനില്ല കേട്ടോ. അത്യാവശ്യം ആളുകൾ ഈ പള്ളി കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്ന് വശങ്ങളിൽ നിന്നും ആൾക്കാരെ കാണാവുന്ന വിധത്തിലാണ് കേട്ടോ പള്ളി ക്രമീകരിച്ചിരിക്കുന്നത്. ആൾത്താരയ്ക്ക് താഴേക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അവിടെ യേശുവിൻ്റെ ക്രിപ്റ്റാണ് ഉള്ളത്. ഞങ്ങളത് കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ 2 സൈഡിലായിട്ട് 2 രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വഴിപാടിടുമ്പോൾ ആ കുഴലിൽ കൂടെ പോയി അടിയിലെ വല പോലെ ഇരിക്കുന്ന
അതിലേക്കാണ് കേട്ടോ വഴിപാട് എത്തുന്നത്. പുറത്തേക്കുള്ള വഴിയുടെ ഭിത്തികളിലായി ഒരുപാട് പേരുകളാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപാട് പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫ്രണ്ടിലായി ഇതുപോലെ മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന യേശുവിൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ ഫോട്ടോസ് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നോക്കിയേ. വലിയ വിലയാണ് കേട്ടോ അവർ ആദ്യം പറയുന്നത്. എന്നാൽ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ അവർ വില കുറച്ചും തരുന്നുണ്ടേ. ഞങ്ങളിതിൽ നിന്ന് യേശുവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ യാത്രക്കിടയിൽ ഞങ്ങളുടെ പ്ലാനിൽ ഒരു ചെറിയൊരു മാറ്റം ഞങ്ങൾ വരുത്തി കേട്ടോ. കൂർഗിലേക്ക് മാത്രമായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയതെങ്കിലും മൈസൂർ ഒന്ന് കറങ്ങാൻ ഞങ്ങളിപ്പോൾ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലെ മൈസൂർ പാലസിൽ എത്തിയിട്ടോ. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോകുമ്പോൾ ഒരു ഗൈഡിനെ വെച്ചോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എവിടുന്നെങ്കിലുമൊക്കെ അറിവ് ശേഖരിച്ചോ പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് കുറച്ചുകൂടി ആസ്വാദകരമായിരിക്കാൻ അത് സഹായിക്കും കേട്ടോ. പൂക്കളും ചെടികളും എല്ലാം വെച്ച് പാലസിന്റെ ഫ്രണ്ട് ഭാഗം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ചെരുപ്പുകൾ അവിടെ കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ കാണുന്ന കൊട്ടാരത്തിന് പകരം മരം കൊണ്ട് നിർമ്മിച്ച മറ്റൊരു കൊട്ടാരമായിരുന്നു കേട്ടോ ഈ സ്ഥാനത്തുണ്ടായിരുന്നത്. ആ കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ മാതൃക കയറുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനത്തലയല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആനത്തലയാണ്. പണ്ട് അരിക്കൊമ്പനെ പോലെ നാട്ടിൽ വിലസിയിരുന്ന 2 ആനകളെ രാജാവ് വേട്ടയാടിക്കൊന്ന് അതിൻ്റെ തലയറുത്ത് വെച്ചതാണ് കേട്ടോ ഇതിപ്പോഴും കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ആഘോഷമായ ദസറയുടെ പിക്ചറാണ് കേട്ടോ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള 20ഓളം ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കൊട്ടാരത്തിലെ വിവാഹങ്ങൾ, ബർത്ത്ഡേ പാർട്ടികൾ ഇങ്ങനെയുള്ള പല ആഘോഷങ്ങളും നടത്തിയിരുന്ന ഒരു ഹാളാണ് കേട്ടോ ഇത്. 8 വശങ്ങളോട് കൂടിയ ഒക്ടാഗണൽ ഷേപ്പിലാണ് കേട്ടോ ഈ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല കേട്ടോ, പുറത്തുനിന്ന് കാണാനേ സാധിക്കുള്ളൂ. ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മറ്റുള്ളവരുടെയും ഫോട്ടോസ് എല്ലാം ഇരുവശങ്ങളിലെ ചുമരിലായി വെച്ചിട്ടുണ്ട് കേട്ടോ. രാജാ രവിവർമ്മ വരച്ച 2 ചിത്രങ്ങളാണ് കേട്ടോ ഈ പാലസിലുള്ളത്. അതിലൊന്നാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ക്വീൻ അലക്സാൻഡ്രിയ. പണ്ട് രാജാക്കന്മാർക്ക് ക്ഷണക്കത്തുകളെല്ലാം ഇതുപോലെ ചന്ദനമരം കൊണ്ട് നിർമ്മിച്ച പെട്ടികളിലായിരുന്നു ലഭിച്ചിരുന്നത്. അവയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഈ റൂമിലുണ്ട് കേട്ടോ. വളരെ മനോഹരമായ കൊത്തുപണികളാണ് കേട്ടോ ഈ പാലസിന്റെ ഓരോ മുറികളിലും ഉള്ളത്.
ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയിരുന്ന ഗുസ്തി മത്സരങ്ങളെല്ലാം ഇവിടെയാണ് കേട്ടോ നടത്തിയിരുന്നത്. മത്സരത്തിൽ പങ്കെടുത്ത ഒരാളുടെ മരണം കണ്ട് ഇവിടുത്തെ ഗുസ്തി മത്സരം അവസാനിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ കോണികളെല്ലാം ഇതുപോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നതാണ്. നാലാം വാടയാർ രാജാവിന്റെ രൂപമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൊട്ടാരത്തിലെ മനോഹരമായ മറ്റൊരു ഹാളാണ് കേട്ടോ ഇത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ രാജാ രവിവർമ്മയുടെ രണ്ടാമത്തെ പിക്ചർ ഉള്ളത് കേട്ടോ. പക്ഷെ ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് കാണാനും പറ്റില്ല കേട്ടോ. ഇതാണ് കേട്ടോ പബ്ലിക് ദർബാർ ഹാൾ. അങ്ങ് ദൂരെ കാണുന്ന ആ വലിയ കവാടമാണ് കേട്ടോ ഇവിടേക്കുള്ള പ്രധാന പ്രവേശന കവാടം. അതിമനോഹരമായ ചിത്രപ്പണിയാണ് കേട്ടോ മുകളിലുള്ളത്. സ്വർണ്ണ നിറം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രൈവറ്റ് ദർബാർ ഹാളാണ് കേട്ടോ ഇത്. അങ്ങനെ പാലസിന്റെ ഉൾക്കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വളഞ്ഞു കിടക്കുന്ന കോണിപ്പടികളായതിനാൽ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ താഴേക്ക് ഇറങ്ങാൻ. പാലസിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടോ. പുറത്ത് ഒരുപാട് കുതിരവണ്ടികൾ കിടപ്പുണ്ട്. മൈസൂരിലെ കാഴ്ചകൾക്ക് തൽക്കാലം വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ കൂർഗിലേക്ക് യാത്ര പുറപ്പെട്ടു. കൂർഗിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.